ഹലോ ഗൈസ്, നമുക്കൊന്ന് ഊട്ടി വരെ പോയി വന്നാലോ? അപ്പോൾ നമ്മളിതാ ഊട്ടിയിലോട്ട് വെച്ച് പിടിച്ചേക്കുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മോള് നല്ല ഉറക്കമായിരുന്നു. പുലർച്ചെ 2:30ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളുടെ ഫ്രണ്ട് രസിലിനെയും വൈഫിനെയും ഓൺ ദ വേ പിക്ക് ചെയ്തു. അങ്ങനെ 6:30ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗൂഡല്ലൂരെത്തി. കേരള ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയാവുമെന്ന് പറഞ്ഞതുകൊണ്ട് പോകുന്ന വഴി ഗ്രീൻ വാലി മലയാളി റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ കഴിച്ചു. അവിടെ നിന്ന് തന്നെ മിത്രമോളുടെ കഞ്ഞി കുക്കറിൽ സെറ്റാക്കി കൊടുത്തപ്പോൾ അവർ അത് വേവിച്ച് തന്നു. ഞങ്ങൾ മോളുടെ ഫുഡൊക്കെ ഫുൾ സെറ്റപ്പിലാണ് പോയത്. ഈ കാണുന്നത് ഊട്ടിയിലെ ഫസ്റ്റ് വ്യൂ പോയിൻ്റായ നീഡൽ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്താറാവുമ്പോൾ ഉള്ള റോഡാണ്. ഫുൾ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പക്ഷേ വ്യൂ പോയിൻ്റ് 8 മണിയായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായില്ല. എന്താണെന്നറിയില്ല, മേ ബി വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവും. അവിടെ ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ട് പൈക്കാര വാട്ടർഫോളിലേക്കാണ് പോയത്. പൈക്കാര വാട്ടർഫോളിൻ്റെ എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. മിത്രമോൾ എണീറ്റ് കാഴ്ചയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എൻട്രി ടിക്കറ്റ് എടുത്തു. വീഡിയോ എടുക്കാൻ ഒരു എക്സ്ട്രാ ചാർജും കൂടെ ഉണ്ടായിരുന്നേ. എന്തൊരു തണുപ്പാ, എന്തൊരു തണുപ്പാ. ചെറിയ വെയിലേ ഉള്ളൂ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവേ ഭയങ്കര ആളൊക്കെ കുറവാണ്. നമുക്കങ്ങനെ ഊട്ടിയിൽ വന്നൊരു ഫീലൊന്നും കിട്ടുന്നില്ല. കാരണം ആൾക്കാരും ബഹളമൊന്നുമില്ല. കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ തുറക്കുന്നതാണ്. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം എല്ലാം പതിയെ നടക്കുന്നുള്ളൂ. ഇവിടെ കൗണ്ടറിലിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് പൈക്കാര വാട്ടർഫോൾസിലേക്ക് പോവാം. ഏതൊക്കെ സമൂഹദ്രോഹികൾ ചെയ്തു വെച്ചത് കാണിച്ചു തരട്ടെ. ഞാൻ പാമ്പേഴ്സ് എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടേക്കുന്നു. മിത്രമോളെ വെള്ളം എടുത്തു. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര കഷ്ടമായിപ്പോയി കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലേക്ക് എടുത്ത് ചാടാനാണ് തോന്നുന്നത്. മിത്രമോളെ പോലെ തന്നെ എനിക്കും ചാടാൻ തോന്നുന്നുണ്ട്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഫീൽ ചെയ്തൊരു സ്ഥലമാണ്. എന്ത് രസമാണ് കാണാൻ. നമ്മൾ മുന്നേ വന്നപ്പോൾ ഇവിടെ വരാൻ വിട്ടുപോയി. നമുക്കിവിടെ കയറാൻ പറ്റില്ല. അന്നേരം മിത്രമോൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോവുക ചെയ്തത്. അത് വല്ലാണ്ട് മിസ്സായിപ്പോയി അല്ലേ. കുറച്ച് നേരം ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് രസമാണ്. വെള്ളത്തിൻ്റെ സൗണ്ടും നല്ല രസമുണ്ട്. ഈ കുത്തനെ ഒഴുകുന്ന വെള്ളച്ചാട്ടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പരന്നൊഴുകി വരുന്നതായതുകൊണ്ട് എന്തോ ഒരു മാസ്മരിക ഭംഗിയുണ്ട് ഇതിന്. 90s കിഡ്സിന് ഒരു പക്ഷേ ആദ്യം ഓർമ്മ വരിക നമ്മൾ നോട്ട്ബുക്കിൻ്റെ കവറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് ടോപ്പിലൊക്കെയുള്ള സീനറിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഊട്ടിയിലേക്ക് വരുന്നവർ പൈക്കാര വാട്ടർഫോളിലേക്ക് മറന്നു പോകാണ്ട് പോയിക്കോളി. ഗംഭീര കാഴ്ചയാണ്. പിന്നെ അവിടെ കണ്ട മല ഞങ്ങൾ ഓടിക്കേറിയതിന് ശേഷം അവിടുന്ന് മിത്രമോൾ ഓടി ഇറങ്ങുന്നതാണിത്. അല്ലേലും കയറ്റി ഇറങ്ങാൻ അവൾക്ക് നല്ല ഉത്സാഹം. കയറാനാവുമ്പോൾ നമ്മുടെ തോളത്തിലോട്ട് പാഞ്ഞു കയറും. അപ്പോൾ നമ്മളെ റൂമിൽ 12 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. മിത്രമോൾ നല്ല ഉറക്കമാണ്. ഞങ്ങളും നല്ല ഉറക്കേനു. 12 ഇപ്പോൾ സമയം 2:30 അപ്പോൾ നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്നലെ രാത്രി 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടിരുന്ന നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപാടെ മിത്രമോളും ഉറങ്ങി, ഞങ്ങളും ഉറങ്ങി. ഇപ്പോഴാണ് എണീറ്റത്. ഞങ്ങളപ്പോൾ താമസിക്കുന്നത് ഊട്ടിയുടെ ടൗണിൽ തന്നെ BN ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വഴി വന്നതാണ്. പണ്ടൊക്കെ ഞങ്ങൾ പണ്ടല്ല, ഒരു ഏപ്രിലൊക്കെ നമ്മൾ വന്ന സമയത്ത് നിന്ന സ്ഥലത്തൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ഈ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഫുള്ളാണ്. പിന്നെ അവർ റേറ്റ് പറഞ്ഞത് 2500 3500 ആ ഒരു റേഞ്ചിലായിരുന്നു പെർ ഡേ കേട്ടോ. അപ്പോൾ അത് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയതാണ് ഈ BN ടൂറിസ്റ്റ് ഹോം. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ശരിക്കുമുള്ള റിവ്യൂ പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, റേറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, കൊതുകുണ്ടാവും എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബാത്റൂം ആണെങ്കിലും റൂമാണെങ്കിലും എല്ലാം ഭയങ്കര നീറ്റാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊട്ടിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ വരുമ്പോൾ എല്ലാവരും BN ടൂറിസ്റ്റ് ഹോം BN ടൂറിസ്റ്റ് ഹോം സെലക്ട് ചെയ്യുക. മോളെയും പൊക്കി ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഹോട്ടൽ അങ്കാരയിലേക്കാണ് പോയത്. ഇച്ചിരി അഹങ്കാരമായിപ്പോയി തോന്നുന്നു, കാരണം അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പുഴുങ്ങിയ മുട്ട റേറ്റ് 80 റുപ്പീസ്, ഓംലെറ്റ് 150 റുപ്പീസ്. ഞങ്ങൾ 2 ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസും ഒരു മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മട്ടൻ ബിരിയാണി ഫ്ലോപ്പായിരുന്നു. അത് ഓർഡർ ചെയ്തത് വേറെ ആരും ആയിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ 450 രൂപ സ്വാഹ.
മോൾ എണീറ്റ് റിച്ച് ഹോട്ടലും പാട്ടും ഒക്കെ കണ്ടപ്പോൾ അവൾ ഹാപ്പി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് മഴ പൊടിഞ്ഞു. മോള് ഫുൾ ചില്ലായിരുന്നു. തണുക്കുന്നുണ്ടെങ്കിലും മഴ കൊണ്ടുകൊണ്ട് നടക്കാനായിരുന്നു അവൾക്കിഷ്ടം. ഈ കാണുന്ന വഴിയാണ് പിന്നെ ഹൈലൈറ്റ്. ദൊഡ്ഡപ്പേട്ട പീക്കിലേക്കുള്ള വഴി. ഫുൾ കോടമഞ്ഞും തണുപ്പും ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. മുന്നേ ഏപ്രിൽ മാസം നമ്മൾ വന്നപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ വരാൻ ഏറ്റവും ആപ്റ്റായ ടൈം ഈ ഒരു നവംബർ ഡിസംബർ മന്താണെന്ന്. അന്ന് ഈ റോഡും ഒക്കെ ഫുൾ റഷായിരുന്നു. ബ്ലോക്കായി. കാറ് ചവിട്ടി പീക്കിലെത്തിയപ്പോഴത്തേക്ക് ബോണറ്റിൽ നിന്ന് എന്തെല്ലോ മണമെല്ലാം വന്നിനേനു. ഈ ടൈം ഏതായാലും അടിപൊളിയാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയല്ലോ നിർബന്ധിച്ച് മോളെ പുതപ്പിച്ച് വച്ചേക്കുന്നതാണിത്. പീക്കിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോഴത്തേക്ക് മോളുടെ ചുണ്ടൊക്കെ അങ്ങ് നീല കളറായി തണുത്തിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു നടന്നു. അവിടെയുള്ള കുറച്ച് പേർ അവിടെ തീ കായുന്നുണ്ടായിരുന്നു. അവർ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. വേഗം എനിക്ക് എഴുന്നേറ്റ് തന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. മോളെ കുറച്ച് അവിടെ നിന്ന് ഒന്ന് ചൂടാക്കി സെറ്റാക്കി. അവർ മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ തൊപ്പി വെക്കാത്തതും സ്വെറ്റർ ഇടാത്തതുമായിട്ടുള്ള ഒരേ ഒരു കുട്ടി അത് ഞങ്ങളുടെ ഈ സന്താനമായിരുന്നു. തണുപ്പൊക്കെ ഉണ്ടെങ്കിലും അവൾക്കിങ്ങനെ ഫ്രീ ആയി നടക്കാനായിരുന്നു ഇഷ്ടം. അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉഷാറായി. പിന്നെ ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചങ്ങ് ചില്ലായി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് വേറൊന്നുമില്ല. അവിടുന്ന് ഒരു ഗ്ലാസ് മുഴുവൻ കാപ്പി അവൾ കുടിച്ചു. തണുപ്പായതുകൊണ്ടാവും. നൈറ്റ് ഫുഡ് ഞങ്ങൾ റൂമിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത്. തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാൻ മടിയായിട്ടാണ് കേട്ടോ. മോളുടെ നൈറ്റ് കഞ്ഞിയൊക്കെ അവിടെ കിട്ടി. കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം കൂളായി നടന്നു. സെക്കൻഡ് ഡേ ഞങ്ങൾ ഫസ്റ്റ് പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടായിരുന്നു. അവിടുന്ന് വാങ്ങിയ പിക്കാച്ചുവിനെയും പിടിച്ച് മിത്രമോൾ നടന്നു തുടങ്ങി. ഈ ടൈപ്പ് പാവയ്ക്കൊക്കെ നാട്ടിലുള്ളതിനേക്കാളും വിലക്കുറവായിരുന്നു ഇവിടെ. ഞങ്ങൾ 3-4 വാങ്ങിയായിരുന്നു. കുറേ പേർ അവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടീമായി നിന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മോളൊന്ന് ഉറങ്ങിയപ്പോൾ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ അവിടുന്ന് ഫീഡും ചെയ്തു. ആൾക്കൂട്ടത്തിൽ ഫീഡ് ചെയ്യാനുള്ള മടിയൊക്കെ പണ്ടല്ലേ അല്ലേ. ഇപ്പം എല്ലാവരും ഫോർവേഡായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആരും തുറച്ചു നോക്കുന്നൊന്നും ഉണ്ടായില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വിവരമില്ലായ്മ, അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയെങ്കിലും വളരെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് മോളിരിക്കാൻ ചാൻസ് ഇല്ലായതുകൊണ്ടും ഞങ്ങൾ റസിലിനെയും വൈഫിനെയും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. രാത്രി ഞങ്ങളൊന്ന് ടെറസിലോട്ട് പോയി നോക്കി. ഞങ്ങളുടെ ടെറസിലെ നൈറ്റ് വ്യൂ ആയി കാണുന്നത് നല്ല രസമായിരുന്നു. കൂടെ നല്ല തണുപ്പും. അൺസൈക്കബിൾ തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു മിത്രമോൾ ഗുഡ് ഗേളായിട്ട് സ്വെറ്ററൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. ഇന്ന് ഫുൾ തലശ്ശേരി തക്കാരം എന്നുള്ള റെസ്റ്റോറൻറ്റിനായിരുന്നു ഫുഡ്. തിരിച്ചു വന്ന റിസപ്ഷൻ്റെ അവിടെ നിന്ന് എൻ്റെ ചെരുപ്പ് ഇട്ട് മിത്രമോൾ ഷോ ഇറക്കുന്നതാണ് ഇത്. ചെരുപ്പിടാതെ അവിടെ ചവിട്ടാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. കാലൊക്കെ ഐസ് പോലെ ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. നല്ല സ്റ്റേ എക്സ്പീരിയൻസ് തന്നതിന് അവരോട് താങ്ക്സും പറഞ്ഞ് ഫുഡും കഴിച്ച് നേരെ പോയത് പൈൻ വാലിയിലേക്കായിരുന്നു. പാർക്കിങ്ങിൽ വണ്ടിയും വെച്ച് അവിടേക്ക് നടക്കുന്നതാണിത്. ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ ഷോ തുടങ്ങി ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു ഞങ്ങളുടെ മിത്രമോൾ. നമ്മൾ പറയുന്ന പോലെ ഷീസ് സച്ച് എ ജം. മിത്രമോൾ യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. ഞങ്ങളെക്കാളും അവൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയും മിത്രമോളെയും കൂട്ടി ട്രിപ്പ് പോകാനുള്ള ഇൻസ്പിറേഷൻ അവൾ ഈ ട്രിപ്പോടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
ഫ്രണ്ട്സിനെയും കൂട്ടി ട്രിപ്പ് വരുന്നതിൻ്റെ ബെനിഫിറ്റാണ് ഇപ്പോൾ കാണുന്നത്. മോൾ അശ്വിനീൻ്റെയും റസിലിൻ്റെയും കൂടെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് റൊമാൻസ് ആവട്ടെ എന്ന് വെച്ചു. ഓസ്മോയുടെ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഓടിയതാണ് ഈ കാണുന്നത്. ഇറങ്ങുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല കയറാൻ, അത് മോളെ എടുത്ത്. വീഡിയോ എടുക്കാനായി കുറച്ച് നേരം ഞാൻ മോളെ എടുത്ത് നടന്നെങ്കിലും പിന്നീട് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെല്ലനെ മോളെ അപ്പുക്കുട്ടൻ്റെ കൈമാറി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയല്ലോ നടന്ന് കയറി. വരുന്ന വഴി വയനാട്ടിൽ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റിയായിരുന്നു. പിന്നെ വയനാട്ടിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് റോഡിൽ കുറച്ച് പോസ്റ്റായി. കാരണം വേറെ ഒന്നുമല്ല, ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. പക്ഷേ മിത്രമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ സുഖമായിട്ട് അവിടുത്തെ പാട്ടുമൊക്കെ വെച്ച് ഡാൻസും പാട്ടുമൊക്കെ ആയി അങ്ങനെ അടിച്ചു പൊളിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് ഇൻ ജസ്റ്റ് 12 minutes. It's hard to believe our trip to Ooty has come to an end. We will miss every moment, every view, and all the memories we've made in this beautiful place. Until we meet again, goodbye Ooty.